നമ്മൾ ലോങ് വീഡിയോയിൽ അത് എക്സ്പെക്ട് ചെയ്യരുത്. തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തു, നമ്മളിപ്പോൾ YT സ്റ്റുഡിയോ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ ഇത് അങ്ങനെ തന്നെ നിങ്ങൾ പബ്ലിക് ആക്കാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പ്രൈവറ്റിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നൂല്ലേ. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്താക്കുക അതിലൊന്ന് മെൻഷൻ ചെയ്യാം. വീഡിയോക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗും ഒക്കെ നമ്മൾ എന്താക്കുക അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കണ്ടന്റിന് ആപ്റ്റായിട്ട് എന്ത് സെർച്ച് ചെയ്യുമ്പോഴായിരിക്കണം നമ്മുടെ വീഡിയോ കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ ടാഗ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞു, ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു, ടാഗിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് ബേസിക് സെറ്റിംഗ്സ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും ഒട്ടും നിങ്ങൾക്ക് വ്യൂ കിട്ടണം എന്നില്ല കേട്ടോ. 1 വ്യൂ ആയിരിക്കും, 2 വ്യൂ ആയിരിക്കും, 3 വ്യൂ ആയിരിക്കും. അതിലൊന്നും ബോധേഡ് ആവാതിരിക്കുക. ലോങ് വീഡിയോസിൽ വ്യൂ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഷോർട്സ് അത്യാവശ്യം വേഗം കയറി പോകുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഷോർട്സ് അത്യാവശ്യം പെട്ടെന്ന് കയറി പോകും. അതന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ലോങ് വീഡിയോയിൽ അത് എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് ഗ്രാജുവലി മാത്രമേ നമുക്ക് ലോങ് വീഡിയോക്ക് വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ക്ലിയർ ആവാനുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയണം, ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് പറയണം, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ ഒന്നുകൂടി ഇനിയും ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടോ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.